ഇത് ഇങ്ങനെയാണ് കേട്ടോ. ഇവിടെ വേറെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി നമ്മൾ ട്രക്ക് ചെയ്ത് കയറണം ഇങ്ങനത്തെ സ്പോട്ടില്ലേ. ഇത് ഡയറക്റ്റ് നമ്മൾ വണ്ടി ഓടിച്ചോടെ വന്ന്. ഹായ് മക്കളെ, ഞങ്ങളിപ്പം ആലപ്പുഴ പത്തനംതിട്ട ബോർഡർ നിൽക്കുവാണ്. അതിർത്തിയിലാണല്ലോ, അതിർത്തിയിൽ. ഒരു കാല് പത്തനംതിട്ടയിലും ഒരു കാല് ആലപ്പുഴയിലുമാണ് നിൽക്കുന്നത്. അവിടെ ഒരു മനോഹരമായിട്ടൊരു സ്പോട്ട് ഉണ്ട്. അവിടെയാണ് ഞങ്ങൾ വന്ന് നിൽക്കുന്നത്. അപ്പൊ എന്തായാലും സ്പോട്ട് ഏതാന്ന് ഞങ്ങൾ കാണിക്കാം. വാ. മനോഹരമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ക്യാമറ എത്രത്തോളം അവിടെ ഉണ്ടാവും. കിഴക്കൊക്കെ മലകളിങ്ങനെ ഫുള്ള് നിൽക്കുകയാണ്. ഇതൊന്നും നമ്മളെന്താ ഇതിനു മുമ്പ് കാണാതെ നമ്മള് സ്പോട്ട് നമ്മളിപ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ് സ്പോട്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ കാണിച്ചു തരാം. ചെറിയ വഴി പ്രതീക്ഷിച്ച പോലെ അല്ല. നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു വഴി. നിങ്ങളെ ഇവിടെ കാണിച്ചേക്കാന്ന് പറഞ്ഞത്. നമ്മള് സ്പോട്ടിലേക്ക് എത്തുകയാണ്. അതന്നെ, ഇത് അതിർത്തിയാ. ഭൂമിയുടെ അറ്റമെത്തിയാലുണ്ട്. ഇതാണ് ഭൂതക്കുഴി. സംഭവം പഴയ ഒരു കോറിയാണ്. 35 വർഷം മുമ്പ് പ്രവർത്തനം അവസാനിപ്പിച്ചൊരു. അത്ര ഉണ്ടല്ലേ? 35 വർഷം. ഇവിടെ വരുന്നവരൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടത്തെ സ്ഥലം എന്നൊക്കെ പറയുന്നത് വരുമ്പോ ഒന്നും കിട്ടിയിട്ടില്ല. ഫുള്ള് ഓപ്പൺ ആക്കിയിട്ടിരിക്കുകയാണ് ഈ സ്ഥലങ്ങളൊക്കെ. എനിക്ക് അവിടെ ഒരു ചേട്ടൻ്റെ തുണിയിലൊക്കെ. അതെ, മനോഹരമായിട്ടൊരു സ്ഥലമാണ്. പക്ഷെ നിങ്ങളല്ലേ വരുന്നവരൊക്കെ ശ്രദ്ധിക്കണം. നമ്മള് ക്യാമറ കാണുമ്പോൾ എത്രത്തോളം കാണുന്നില്ല. ഭയങ്കര ഭയങ്കര ഫുള്ള് നല്ല കുഴിയാട്ടോ. അടിപൊളിയാണ്. ശ്രദ്ധിക്കണം. താഴത്തേക്ക് എത്താൻ പറ്റുമെന്നോ. ഇത് രണ്ട് സൈഡ് കാണിച്ചു. ഇവിടെ കണ്ട, ഇവിടെ ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള വെള്ളം. ഭയങ്കര നീറ്റ്. ഇപ്പുറത്ത് ഭയങ്കരമായിട്ട് പച്ചപ്പായലൊക്കെ പിടിച്ച് രണ്ട് കുഴിയാട്ടോ. നമ്മൾ സെന്ററിലേക്ക് അപ്പുറം ഇപ്പുറം രണ്ട് വലിയ കുഴി. അതെ, നല്ലൊരു സ്പോട്ടാണേ. വേണ്ട, ഇങ്ങോട്ട് നോക്കിയാല് ക്ലിയർ വെള്ളം. ഒരു ഇളം പച്ചല്ലേ? അതെ, നല്ല ക്ലിയർ വെള്ളമാണ്. നല്ല കരിപ്പച്ച. ഇവിടെ കരിപ്പച്ച കളർ. അതെ, വരുമ്പോ പാടവും ഈ കൃഷിക്കായിട്ട് ഇവിടെ വെള്ളം എടുക്കുന്നതാ. ഇവിടുത്തെ വെള്ളം കണ്ട ഭയങ്കര പായലാണ്. ഫുൾ പായൽ പോലത്തെ ആൽഗെ. അതെ, ഇവിടെ ഞങ്ങൾ എവിടെ പോയാലും വെയിലാണ്. പക്ഷെ തണലത്ത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കുറെ നേരം ഇരുന്നല്ലേ പാവരിച്ച് കിടക്കണം. അമ്മാതിരി കാറ്റുണ്ട്. ഇങ്ങനെ ഇതായിട്ട് കണ്ട ഇങ്ങനെ ഇത്രേ ഉള്ളൂ. പക്ഷെ ഇവിടെ സേഫ്റ്റി ഇതൊന്നും ഇല്ല. ശ്രദ്ധിക്കണം. ആ മൂലക്ക് പോകാൻ കേട്ടത്. ആ മൂലക്ക് ഒരു ടൈറ്റാനിക്കിന്റെ ഇങ്ങനെ നിൽക്കാം. ഡേഞ്ചറാണ്. വരുന്നവരൊക്കെ ശ്രദ്ധിച്ചേ വരാവുള്ളൂ. ഇതാണ് സ്പോട്ട്. ഇതന്നെ ഇത് ഇങ്ങനെയാണ് കേട്ടത്. ഇവിടെ വേറെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി നമ്മൾ ട്രക്ക് ചെയ്ത് കയറണം ഇങ്ങനത്തെ സ്പോട്ടില്ലേ. ഇത് ഡയറക്റ്റ് നമ്മൾ വണ്ടി ഓടിച്ചോടെ വന്ന് നോക്കി നൈസാണ്. ഇവിടെയൊക്കെ നോക്കിയാൽ ഇവിടെയൊക്കെ പൊട്ടി കിടക്കാൻ ചെറിയൊരു വഴിയാണ്. അതിലൂടെ നമുക്ക് ഫ്രണ്ടിലോട്ട് പോവാം. ഇവിടെ ഇങ്ങനെ പാടങ്ങളാണ്, അങ്ങോട്ടൊക്കെ മലകള്. പക്ഷെ എന്റെ മോനെ അത് ഡേഞ്ചറാണ്, ടാസ്ക് ആട്ടോ. അവിടെ അങ്ങനെ ഇത്തിരി മൈൻഡ് വേണം. അതെ, അങ്ങോട്ടൊന്നും പോയി റിസ്ക് എടുക്കണ്ട. സീൻ ഇതാണ്. ഹൈറ്റ് പേടിയില്ലാത്തവരും പിന്നെ ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ സ്വന്തം റിസ്കില് നമ്മള് പറയുന്നില്ല അങ്ങോട്ട് ഇറങ്ങാൻ. ഒരു ലവിന്റെ ഷേപ്പ് അങ്ങനെയാണ് വന്നേക്കുന്നത്. ആ ജസ്റ്റ് ആ നാരോ പോയിന്റ് ഒന്ന് കാണിച്ചു കൊടുത്തു. ഇങ്ങനെ വരും. ഇത് കണ്ടോ, അതെ, ഇത് അടിപൊളി സ്പോട്ടാണ്. ഇത് കണ്ടത് നാരോ പോയിന്റ് ആണ് കേട്ടോ. നടക്കാനൊക്കെ പറ്റും, പക്ഷെ നടക്കുന്ന വെച്ച് സൂക്ഷിച്ച് നടക്കണം. പക്ഷെ എല്ലാരും വരുമ്പോൾ ശ്രദ്ധിക്കണം. നല്ല ശ്രദ്ധിച്ചും കണ്ടേ പോവാള്. ഇവിടെ നമുക്ക് താഴ്ച കേട്ടതേ. ഇവിടെ നമ്മൾ ട്രൈ ചെയ്യുന്നില്ല, കാരണം കണ്ടിട്ട് വരുന്ന ആൾക്കാര് ഞങ്ങൾക്ക് ഇറങ്ങാൻ ഒരു പേടി കണ്ടോ. നല്ലതേ, ക്യാമറ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയുന്നില്ല. പക്ഷെ ഇതുണ്ടേ, അവൻ നിൽക്കുന്ന പോയിന്റ് കാണിച്ചത്. ഇത്ര ഡിസ്റ്റൻസേ ഉള്ളൂ. പക്ഷെ ഞാൻ ഇങ്ങോട്ട് വരുന്നോറും ഈ സ്റ്റീപ്പാണ്. ഇങ്ങനെ ഇറക്കമാണ്. ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടോ, സൂക്ഷിച്ചിറങ്ങണം. ഇവിടെ എന്തോ കുറ്റിയൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. എന്തോ സംഭവം അറിയത്തില്ല. അതിർത്തി ആയിരിക്കാം. അപ്പൊ ഇതാണ് ഭൂതക്കുഴി കേട്ടോ. അതിന്റെ ഒരു പച്ചപ്പും ഭംഗിയും ഒക്കെ നോക്കി. ഈ സൈഡ് എനിക്ക് തോന്നുന്നു വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതാന്ന് തോന്നുന്നു. ഇവിടെ ഇങ്ങനെ ഒഴുകുന്നതാണ്. എന്താ ഇത് ചിലപ്പോൾ കൃഷിക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതായിരിക്കും അല്ലേ? അതെ, കൃഷിക്ക് ആൾക്കാർ ഇവിടെ തുണിയൊക്കെ കഴുകുന്നുണ്ട്. അവിടെ ഒരു ചേട്ടന്റെ തുണിയിലൊക്കുന്നുണ്ട്.
അവിടെ പാടം ഇത് കണ്ടോ പച്ചപ്പ്. ഞാൻ നിൽക്കുന്ന സ്ഥലം കണ്ടോ, ഇവിടെ ഒരു വീട് നല്ല ഭംഗിയുണ്ട്. ഇതാണ് ഭൂതക്കുഴി അല്ലേ? അതെ, ഇതാണ് സെന്ററിൽ കൂടെ ഒരു പാത പോലെ. നല്ല നല്ല ഇത് കാണും, ആഴം കാണും. നമ്മുടെ ആലപ്പുഴ എന്നൊക്കെ വരാൻ എളുപ്പമാണ് കേട്ടോ. ആലപ്പുഴ ചങ്ങനാശ്ശേരി എന്നൊക്കെ വരാൻ എളുപ്പമാണ്. ചങ്ങനാശ്ശേരിക്കാർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. നല്ലൊരു സ്ഥലം. പക്ഷെ വരുന്നവരുടെ ഒന്നേ പറയുള്ളൂ, എല്ലാരും Careful ആയിരിക്കണം. നല്ല സൂക്ഷിച്ചും കണ്ടൊക്കെ നിൽക്കാം. അങ്ങോട്ട് മാക്സിമം പോകാതിരിക്കുക ആ ഒരു പോയിന്റിലേക്ക്. അതൊക്കെ ഈ സൈഡിലൊക്കെ നിൽക്കുമ്പോൾ നിങ്ങൾ നല്ലോണം സൂക്ഷിക്കണം. ആ ഒരു പോയിന്റ് കണ്ട കാര്യം ഇവിടെ നമുക്ക് ഒരു ഇതുമില്ല, അങ്ങോട്ട് വീഴാം ഇങ്ങോട്ടും വീഴാം. ഞങ്ങൾക്ക് ഒന്ന് താഴെ ഇറങ്ങാൻ പറ്റുമോ നോക്കട്ടെ, താഴെ ഇറങ്ങിയിട്ട് ഇതിന്റെ മോള് കാണിക്കാൻ പറ്റുമോ നോക്കാം. അത് അങ്ങോട്ടൊക്കെ നല്ല സ്ഥലമുണ്ട്. കണ്ടാ നമുക്ക് ഇറങ്ങാൻ പറ്റുമോ നോക്കട്ടെ. താഴോട്ടൊക്കെ വീടുകളൊക്കെ ഉണ്ട്. ഞാൻ ഇറങ്ങത്തില്ല, നീ ഇറങ്ങ്. ആ വഴി ഇറങ്ങാൻ പറ്റുമോ നോക്കാം, നമുക്ക് എന്തായാലും നോക്കാം. ആ വഴി താഴോട്ട് ആ വഴി ഇറങ്ങി ഒറ്റ വഴിയേ ഉള്ളു. സ്പോട്ടിൽ പോകാൻ പറ്റുമോ. ഇവിടെ നിന്നിട്ട് താഴത്തോട്ട് നോക്കിയിട്ട് കിളി പറക്കുന്നുണ്ട് ഇങ്ങനെ. ക്യാമറ സത്യം പറഞ്ഞ ഇങ്ങനെ പിടിച്ച് തിരിയാനൊക്കെ പേടിയാണ് കേട്ടാ. കാറ്റുണ്ട്, തിരിയുമ്പോഴായിരിക്കും കാറ്റടിച്ച് വീഴുക. സമയം മോശമാ അതിലൊക്കെ നമ്മളല്ലേ. എനിക്ക് നല്ല മോശമാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നിൽക്കുക. എടാ അവിടെ എന്താ സംഭവം? കല്ലൊക്കെ വെട്ടി കോറിയാണ്, പഴയ കോറിയാ. ഇവിടെ എല്ലാം ഇങ്ങനെ കല്ല് വെട്ടി പുതിയാക്കി. എനിക്ക് തോന്നുന്നു ഇത് ഇങ്ങനെ ഭംഗിയിലായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ കല്ലുവെട്ടലൊക്കെ നാട്ടുകാർ നിർദ്ദേശിച്ചു. എന്താ സംഭവം അറിയത്തില്ല. നടന്നു നോക്കാം വാ. നടക്കണമെങ്കിൽ അങ്ങോട്ട് നടക്കണ്ട കേട്ടാ, വേണ്ട റിസ്ക് എടുക്കണ്ട. റിസ്ക് എടുത്തുള്ള പരിപാടിയൊന്നും വേണ്ട വാ. സൂപ്പറാണ് കേട്ടാ. താഴത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ നോക്കാം. താഴത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ എന്ന് നോക്കാൻ പോവാണ് ഗൈസ്. താഴത്തേക്ക് ആ വഴി ഇറങ്ങാൻ പറ്റത്തില്ല. ആ വഴി ഇറങ്ങി കഴിഞ്ഞാല് താഴോട്ട് പോകത്തില്ല, മുകളിലോട്ട് പോകും. സംഭവം ഈസി ആയിട്ടൊക്കെ വരാം കേട്ടോ. ഇപ്പിച്ച് തണലൊക്കെ വന്നു, നല്ല ഭംഗിയാണ്. ഈ ഒരു ക്ലൈമറ്റ് ആണ് സൂപ്പർ. ഇതില്ല മറ്റേ മീശോതിനകത്ത് ചവിക്കുന്ന ഇത്. ആ അതന്നെ. ഞങ്ങളിവിടെ വന്ന് ജസ്റ്റ് ഉച്ചയ്ക്ക് കയറ്റമുണ്ട്, ഒരു വഴിക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ആവും, ഇറങ്ങി പോകാം കേട്ടോ. പക്ഷെ ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ആവും. ഇതിലെ ചെറിയൊരു വഴി കാണിക്കുന്നുണ്ടോ താഴത്തോട്ട് ഇറങ്ങാൻ. പക്ഷെ ആ വഴി ഇവിടെ വന്ന് നമ്മൾ സ്റ്റോപ്പ് ആവും. ഇവിടെ സ്റ്റോപ്പ് ആവും, താഴത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല, ഇത്ര വരാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെ സിമ്പിൾ ആയിട്ട് വരാം. പക്ഷെ അളിയ ഇവിടെ നൈസ് വ്യൂ ആണ്. നീ ഈ സൈഡ് പിടിച്ചോ, അതാകുമ്പോ സീൻ. എന്താ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വ്യൂ ഉണ്ട്. ഇത് കൊള്ളാം കേട്ടോ, നൈസാണ് കേട്ടോ. കണ്ടിട്ട് ഇവിടെ നിന്നേ ചാടി കുളിക്കാനൊക്കെ തോന്നും. നേരെ പോയി വല്ല പാറയിലൊക്കെ കുത്തിയിരിക്കും. ചില വീഡിയോസിലൊക്കെ കാണത്തില്ലേ അവന്മാര് ചാടുന്ന ഡബിൾ ഹൈറ്റ്, എന്ത് ഹൈറ്റ് ചാടുന്നു. അതൊക്കെ ചെയ്യണമെങ്കിൽ ഭയങ്കര അപാര ഒരു ധൈര്യം തന്നെ വേണം കേട്ടോ. നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഒന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ നീന്താനും അറിയണം. അത് ഫിസിക്കലായിട്ടുള്ള ഒരു കാര്യങ്ങളാണത് ചെയ്യണത്. പിന്നെ നമുക്കൊക്കെ ഇവിടെ താഴത്തോട്ട് നോക്കുമ്പോൾ തന്നെ കാലൊക്കെ മുട്ടൊക്കെ ഇങ്ങനെ വിറക്കുന്നുണ്ട് കേട്ടോ. താഴോട്ട് നോക്കുമ്പോ ഒരു ഇത് വരും. അതെ, പേര് പറയുമല്ലോ. നല്ലൊരു വിഷ്വൽ ബ്യൂട്ടിയാണ്. നേരിട്ട് വന്ന എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഞങ്ങള് ഈ സൈഡിൽ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. വെള്ളത്തിലുള്ള കളിയും തീയുള്ള കളിയും വളരെ സൂക്ഷിക്കണം. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു കയറണ്ട. ഇത് കുത്തനെയുള്ളൊരു കയറ്റമാണ്. ബാക്കിലോട്ടൊക്കെ ഇങ്ങനെയാണത്. എന്താണ് ഇവിടെ ഭൂതക്കുഴി എന്ന് വരാനുള്ള കാര്യം, പേര് അങ്ങനെ വരാനുള്ള കാരണങ്ങൾ എന്താണ്? അതൊന്നും നോക്കിയിട്ട് അറിയില്ല കേട്ടോ. എന്തായാലും അറിയാവുന്നവരൊന്ന് കമന്റ് ഇട്ട് പറയണം. ചെങ്ങന്നൂർ, തിരുവല്ല സ്ഥലത്തൊക്കെ കാണുമ്പോൾ അങ്ങനെ വരുന്നേ. ഏതായാലും നിങ്ങൾക്കൊക്കെ അറിയാമെങ്കിൽ എന്താണ് അങ്ങനെ വന്നത്. ഭൂതക്കുഴി എനിക്ക് തോന്നുന്നത് ആ കുഴിയൊക്കെ കണ്ടിട്ട് ഭൂതം ആ ഒരു ഫീലൊക്കെ വരുന്നോണ്ടായിരിക്കും ചിലപ്പോ ഭൂതക്കുഴിയുടെ പേര് വന്നതായിരിക്കും. അങ്ങനെയാണ് ഐതിഹ്യം എന്നായിരിക്കും പറയുക. നമ്മുടെ നാട്ടിലുള്ള സ്ഥലങ്ങൾ ഹൊറർ ഫീലാ, നമുക്കൊരു ഒരു തരിപ്പൊക്കെ വരും. പേരുള്ളിൽ വെച്ചിട്ട് നമ്മൾ ആ സ്ഥലത്തോട് നടന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പേടിക്കും. പേടിക്കാച്ചാ അങ്ങനത്തെ പേടിയില്ല. അമ്മാര് കുഴിയാ രണ്ട് സൈഡിലും, ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ. കണ്ണുകൾ തന്നെ നമ്മളെ പേടിപ്പിക്കും. അത് വാഴത്തോട്ട് നോക്കിയാൽ മതി, മനസ്സിലാവും അതിന്റെ പ്രശ്നം. ഒന്നുകൂടെ നമുക്കൊന്നും നടന്നിട്ടൊന്നല്ല. വരുന്നവര് ശ്രദ്ധിച്ചു വരാം അവിടെ കേട്ടാ. അവിടെ പോകുന്നുണ്ട്. പിന്നെ നമ്മള് അങ്ങോട്ട് പോവാണ്. എന്തായാലും പോയി നോക്കട്ടെ. അവിടെ ഫസ്റ്റ് വട്ടം പോയപ്പോഴും പേടിച്ചത്, ഒന്നുകൂടെ പോയി നോക്കാം പേടിക്കുവാണ്. ഇങ്ങനത്തെ ഒരു ചെറിയ വഴിയാണ്. അത്
അതല്ല വേറെ ഒന്നുമല്ല, അവിടെ പോയി നിൽക്കുമ്പോൾ ഒരു ഫീൽ ഉണ്ട് കേട്ടോ, രസമുണ്ട്. കാരണം ആ 2 കുഴി അപ്പുറം ഇപ്പുറമുള്ള 2 വലിയ കുഴിയും കാണാം. ഇങ്ങനത്തെ വഴി 2 സൈഡിലും ഇതാണ്, ചെറിയ വഴിയാണ്. ഇങ്ങനെ ഇങ്ങനെ പോകണം. ഇവിടെ വന്നപ്പോൾ വീണ്ടും വെയിൽ വരുന്നുണ്ട്. തണൽ കണ്ടിട്ട് ഇങ്ങോട്ട് കയറിയത്. ഇവിടത്തേക്ക് താഴത്തേക്ക് കാലുവിട്ടിരിക്കാവോ? ഇരിക്കാമോ? ഒന്ന് പോടാം. ഇരിക്കാൻ പറ്റും, ഇരിക്കുന്നവരൊക്കെ ഉണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട് കുറേ വീഡിയോസിലൊക്കെ. പക്ഷെ ഇവിടെയല്ല, വേറെ സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് ഇവനങ്ങനൊക്കെ പലതും പറയും. താഴെ പോയാ ഞാൻ പറയുന്നുള്ളൂ, ഞങ്ങൾ ചെയ്യുന്നില്ല, ഞങ്ങൾ ചെയ്യുന്നൊന്നുമില്ല. ഇതൊക്കെ എന്തുമാത്രം ആഴമുണ്ടെന്നൊന്നും നമുക്ക് പറയാൻ പറ്റുന്നില്ല. മാക്സിമം കൊച്ചുകുട്ടികളൊന്നോട്ട് വരാതിരിക്കുക. അതാണ് ഇപ്പറേ ഇവിടെ തെളിഞ്ഞ വെള്ളോ. അല്ല, കൊച്ചുകുട്ടികളെ കൊണ്ട് മാക്സിമം വരാതിരിക്കുക. കൊച്ചുകുട്ടികളൊന്നും ഇവിടെ ഒന്നും വരേ ചെയ്യില്ല. കപ്പിൾസായിട്ട് വരുന്നവരാണേലും നിങ്ങൾ നോക്കി കണ്ടൊക്കെ വരിക. നിരാശകാവുമാർ സങ്കടപ്പെട്ട് വിഷമിച്ചിരിക്കുമ്പോൾ വന്ന് ഇവിടെ ഇരിക്കല്. ചിലപ്പോ ഈ വെള്ളത്തിന്റെ കളറൊക്കെ മങ്ങി കാണുമ്പോൾ ആകർഷിക്കും അങ്ങോട്ട്. അതെ, അതുകൊണ്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നവർ മാത്രം വരിക. എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ ഇങ്ങനെ ഇതാണ്. എനിക്ക് താഴോട്ട് ഇറങ്ങിയൊക്കെ ഉള്ളതുണ്ട്. ഈ സ്ഥലം ഇങ്ങനെ നൈസായിട്ട് താഴോട്ട് ഇങ്ങനെ ഇറങ്ങുന്ന പോലെ അടക്കും, പറയാൻ തോന്നും. അവിടെ എങ്ങനെ എത്തിപ്പെടാം എന്നൊന്ന് പഠിച്ചു നോക്കട്ടെ. ആ ചേട്ടനോട് പട്ടിയെ കുളിപ്പിക്കുക. എങ്ങനെയാ അങ്ങോട്ട് ഇറങ്ങുന്ന വഴി? താഴെ വഴിയാ? താഴെ വഴിയുണ്ടെന്നാണ് പറഞ്ഞത്. ഒന്ന് പോയി നോക്കാം. ഇവിടുന്ന് ഞങ്ങള് പയ്യെ താഴോട്ട് ഇറങ്ങാനുള്ള പ്രാർത്ഥനയാണ്.